ഹായ് ഹലോ ഗൈസ്, ഇന്നായിരുന്നു നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇന്നായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു പൊങ്കാല. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് വെച്ചെങ്കിൽ ഇന്ന് ഈ വർഷം പൊങ്കാല തൂക്കുക നമ്മുടെ അന്നാരാജനാണ് ഗൈസ്. അപ്പം കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ധാരണം എന്ന് പറയാൻ നമ്മൾ ഒക്കേഷൻ അനുസരിച്ചാണ് ഡ്രസ്സ് ധരിക്കുന്നത്. പക്ഷേ ഇവിടെ പൊങ്കാല ദിവസം പുണ്യപുരാതനമായ ദിനങ്ങളാണ് അല്ലേ. അപ്പൊ പൊങ്കാല അമ്മയ്ക്ക് പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും വ്രതവും കാര്യങ്ങളും ഒക്കെ എടുത്ത് അത്ര ഭക്തിയോടെയാണ് ഓരോ ജനങ്ങളും ലക്ഷങ്ങളാണ് ഒഴുകുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊങ്കാലയാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു പൊങ്കാലയിൽ ഇവിടെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സംഗതി സാരിയാണ് ഉടുത്തേക്കുന്നത്. എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അത് വേണ്ടുന്നത് പോലെ ഉടുക്കാതെ വേണ്ടാത്ത രീതിയിൽ ഉടുത്ത് ഇവിടെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു അന്നാരാജനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പം ഈ ഒരു പൊങ്കാല സമയത്ത് ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോൾ മൊത്തം ഈ അന്നാരാജന്റെ ഈ വീഡിയോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏക്കാനും വെച്ച് താമസിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ കൂടുതൽ വെക്കുന്നില്ല, കാരണം ഇത് സൂം ചെയ്താണ് ഇവന്മാർ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അന്നാരാജൻ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നുമുണ്ട്. അപ്പൊ ഈ വീഡിയോസ് എടുക്കുന്നവരെ ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പൊ നീലക്കുയില്, പച്ചക്കുയില്, മഞ്ഞക്കുയില് എല്ലാ കുയിലുകളും ഉണ്ട്. അവന്മാർ എടുക്കുന്ന ആംഗിളിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവന്മാർക്ക് വേണ്ടുന്ന ആംഗിളിൽ പോസ്റ്റ് ചെയ്ത് ഇവിടെ അന്നാരാജൻ എടുത്ത് നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ചേച്ചി ഈ പൊങ്കാല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ള കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെയാണ്. അത് നെഗറ്റീവ് രീതിയിൽ എടുക്കേണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ ചേരുന്ന കമന്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം അവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയൊക്കെ തന്നെ. പക്ഷെ എന്നാൽ പോലും സാരി നല്ല വൃത്തിയായിട്ട് ഉടുക്കാൻ പറ്റും. ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങിന്റെ നെക്കിന്റെ എന്താണ് ആ ഇറക്കം ഒന്ന് കുറച്ചാൽ മതി, നന്നായിട്ട് ഉടുക്കാൻ പറ്റും. ഇവിടെ ഇവര് മാത്രമല്ലല്ലോ, വേറെ എത്രയോ ആൾക്കാർ അവിടെ സെലിബ്രിറ്റീസ് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. അനിമോള് വളരെ ചെറുപ്പമാണ്, 30 വയസ്സേ ഉള്ളൂ കൊച്ചിന്. അവൾ എന്ത് വൃത്തിയായിട്ടാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്, പൊങ്കാല ഇടാൻ വന്നിട്ടില്ല. അല്ലാതെ പൊങ്കാല ഇടുക, അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, നമ്മൾ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കണം. അവിടെ എക്സ്പോസിങ് കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഭക്തിപൂർവ്വമാണ്. അമ്മയ്ക്ക് എല്ലാം മറന്ന് നമ്മൾ അമ്മയായിട്ട് അലിഞ്ഞു ചേരുന്ന ആ ഒരു നിമിഷമാണ്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ഇത് കഴിഞ്ഞിട്ട് നിവേദിക്കാൻ ആൾക്കാർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഇങ്ങനെ പൊങ്കാല ഇടുമ്പോഴത്തേക്ക് നേരെ നിന്നുള്ള പരിപാടിയല്ല. കുനിയണം, അരി കഴുകണം, അടുപ്പത്ത് വെള്ളം വെക്കണം, അത് ഇളക്കണം, എല്ലാം. പിന്നെ ദക്ഷിണ കൊടുക്കാൻ നേരത്ത് കുനിയണം, നേദിക്കാൻ നേരത്ത് നമ്മൾ സാമ്പ്രാണി കത്തിക്കണം, എല്ലാം ചെയ്യണം. ഞാനും പൊങ്കാല ഇടുന്ന വ്യക്തിയാണ്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ലേ നമുക്ക് കുനിയേണ്ടി വരുമെന്ന്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വസ്ത്രധാരണമായിട്ട് വന്നിട്ടുള്ളത്? എന്ത് ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്? അപ്പൊ ഈ വർഷം നടന്നു. ഇനി അടുത്ത വർഷമെങ്കിലും ഇതുപോലെ എക്സ്പോസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഏതായാലും ഞാനൊരു സൈഡിൽ കൊടുക്കും. ഈ പുള്ളിക്കാരി നടക്കുന്നതനുസരിച്ച് വീഡിയോസ് ഇങ്ങനെ കൂടെ നടക്കും. കൂടെ ഒരു പെണ്ണുണ്ട്, ആ ഫോട്ടോസും കാര്യങ്ങളെടുക്കാൻ കൂടി ഒരു പെണ്ണുമുണ്ട്. എന്താണ് നിങ്ങൾ ഈ വീഡിയോക്കാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനു വന്നാണ്? അവിടെ അമ്മയുടെ പൊങ്കാലയോ കലവോ കാര്യങ്ങളോ നിവേദ്യമോ കാര്യങ്ങളോ ഒന്നും അവിടെ ആർക്കും ഷൂട്ട് ചെയ്യേണ്ട. ഈ അന്നാരാജന്റെ മറ്റു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇങ്ങനെ ഒരു വേദിയായി പോയി. അന്നാരാജന്റെ തൊടുന്നു, പിടിക്കുന്നു, വയറ്, ക്ലീവേജ്, ഈ മാതിരി സാധനങ്ങൾ മാത്രം അവന്മാർക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി. ഒരുപക്ഷെ അമ്മമാരുടെ ഗതികേട് കൊണ്ടായിരിക്കും. കാരണം ഈ ഓരോ ചാനലിൽ നിന്ന് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ഇന്ന ക്ലിപ്പ് വേണം, ഇന്ന കിട്ടണമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാർ മത്സരിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇന്ന ചാനലുകാർക്ക് ഇന്ന ക്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ മോളിൽ ചോദ്യം വരും. അപ്പൊ അങ്ങനെയും വിചാരിക്കാം. പക്ഷെ എന്നാൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലടേ. ഇത് സിറ്റുവേഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അന്നാരാജൻ ഒരു ഉദ്ഘാടനത്തിൽ വന്നല്ല. പക്ഷെ ഈ ഒരു ഔട്ട് പുറത്തോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതൊരു അമ്പലമോ അല്ലെങ്കിൽ നമ്മൾ ഭക്തിപൂർവ്വം നിൽക്കുന്ന ഒരു സ്ഥലമൊന്നുമായിട്ട് നമുക്ക് തോന്നിയില്ല. ഇതൊരു ഉദ്ഘാടനത്തിന് വന്ന പോലെ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോയ്ക്ക് വന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് രേണുസുതി എടുത്തിട്ട് അലക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണുസുതി പറയുന്ന പോലെ ഇതുപോലത്തെ മീനിങ്ങും കാര്യങ്ങളൊന്നും അവര് പറഞ്ഞോണ്ട് വരുന്നില്ല. ഇവര് എന്താണ് എക്സ്പോസിംഗ് ആയിട്ടുള്ള എപ്പോഴും 4 ആൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു വരുന്നുള്ളൂ. പക്ഷെ എന്നാൽ കൂടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങൾ ഈ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത്? അല്ലെങ്കിൽ എക്സ്പോസിംഗ് ആയിട്ട് ആംഗിൾ നിങ്ങൾക്ക് അറിയത്തില്ല, ഫ്രണ്ടിൽ ഒരു ക്യാമറ നിൽക്കൊണ്ട് അവരിത് ചിത്രങ്ങൾ പകർത്തിയെടുക്കുകയെന്ന്. അപ്പൊ അവർക്ക് ഒപ്പിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ള ഇവരെ പേയ്മെന്റ് കൊടുത്ത് അന്നാരാജൻ കൂടെ കൂട്ടിയ പോലെയാണ് നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ പോട്ടെ, നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ചിപ്പിച്ചേച്ചിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ പൊങ്കാലിക്കും പുള്ളിക്കാരി ഉണ്ടല്ലോ. അപ്പം പുള്ളിക്കാരിയുടെ ആരാധകർ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലിപ്പ് കണ്ടു നോക്കാം. നമ്മുടെ ചേച്ചിക്ക് വേണ്ടി മാത്രം ഇന്ന് വരുന്നത്. എത്രാമത്തെ പൊങ്കാലയാണെന്ന് ഒന്നുകൂടെ പറയോ? ഓർമ്മയുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്.
നമുക്കിവിടെ പറയാനുള്ളത് ഇത് നമ്മൾ ഉദ്ഘാടനമോ കാര്യങ്ങളൊന്നും അല്ല, പൊങ്കാല ഇടുവാണ് അല്ലേ. അപ്പൊ ചിപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ അവരതുപോലെ ഭക്തിപൂർവ്വം വന്നിട്ട് അമ്മയെ ധ്യാനിച്ച് ഇട്ട് എടുക്കുന്നതാണ്. അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഫാൻസ് ആണ്, അതാണ് മറ്റേതാണെന്ന് പറഞ്ഞാൽ അവരെ ശല്യം ചെയ്യാൻ പോകാതിരിക്കുക. കാരണം അവർക്കൊക്കെ ഒരു നല്ലൊരു ഉദ്ദേശം കാണും, ഈ ഒരു പൊങ്കാല എടുക്കുന്നതും ഇടുന്നതൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പം നമ്മളൊരു പൊങ്കാല ഇടാൻ നമ്മളവിടെ അടുപ്പ് കൂട്ടുമ്പോൾ തൊട്ട് നമുക്കറിയാം. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് എനിക്കൊന്ന് ഒരു 3 വയസ്സ് മുതൽ തൊട്ട് നമ്മൾ പൊങ്കാല എടുക്കുന്നതാണ്. വള്ളിയാങ്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അതൊരു ഫേമസ് ടെമ്പിൾ വള്ളിയാങ്കാവ്. അവിടെ നമ്മളും ഇങ്ങനെ പൊങ്കാല എടുക്കുന്നതാണ്. അന്ന് തൊട്ട് നമുക്കറിയാം, അടുപ്പ് കൂട്ടുന്നിടം തൊട്ട് അമ്മേ നാരായണ നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ ഇത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അറിയാണ്ട് നമുക്ക് കുറെ അധികം വികാരങ്ങളും കാര്യങ്ങളും വന്നു പോകും. നമുക്ക് അവിടെ സംസാരിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ ആ നാമം തന്നെ ഇങ്ങനെ ചൊല്ലിയാണ് നമ്മൾ ആ പൊങ്കാല നേദിക്കുന്നിടം വരെ നിൽക്കുന്നത്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അത് എടുക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തകളൊക്കെ കൂടെ വരുമെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് വേറെ ചിന്തകളൊന്നും നമുക്ക് വരത്തില്ല. അപ്പം ആ പൊങ്കാല അർപ്പിക്കുക അമ്മയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഒരു കലണ്ടർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് പൊങ്കാല എന്നാണ് നോക്കുന്നത്. സത്യം, ഞാനൊക്കെ അങ്ങനെയാണ്. എന്നാണ് പൊങ്കാല? കാരണം നമ്മൾ എണ്ണി കാത്തിരിക്കും ആ പൊങ്കാല ദിവസം വരാൻ വേണ്ടി. നമുക്ക് എന്തോ പോലെയാണ് അത്. ഒരു പൊങ്കാല കൂടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും നമ്മൾ പൊങ്കാല കൂടും. പിന്നെ എനിക്ക് ഈ തവണത്തെ പൊങ്കാല കൂടാൻ പറ്റിയിട്ടില്ല, ഇനി ഈ വരുന്ന പൊങ്കാല കൂടാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഗൾഫിലായി പോയി. അപ്പം അതൊക്കെയാണ് ഒരു എന്താണ് അറിയത്തില്ല, നമുക്കൊരു വികാരമാണ്, നമുക്കൊരു അനുഭൂതിയാണ്, ഒരു പോസിറ്റീവ് വൈബാണ് പൊങ്കാല. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ, കാര്യങ്ങൾ, താലിപ്പൊലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മറ്റു വികാരങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ കഷ്ടമാണ്. അപ്പം ചിപ്പി ചേച്ചിയെ വെച്ച് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവരെ ദൈവത്തോർക്ക് ഇങ്ങനെയുള്ളവരെ വന്ന് നിങ്ങൾ ഫാൻസ് ആണ്, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. കാരണം ഫാൻസ് വരുമ്പോഴത്തേക്ക് അയ്യോ ഒന്ന് മാറി നിൽക്കുന്നു പറയാനൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് സഹകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്നതൊക്കെ ഫാൻസിനെ കാണാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും അല്ല. നമ്മൾ ഭക്തിപൂർവ്വം പോവുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക. പക്ഷേ ഇവിടെ അനാരാജൻ ധരിച്ചത് സാരി തന്നെയാണ്. പക്ഷെ സാരി രണ്ട് രീതിയിൽ ഉടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. മര്യാദയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മര്യാദയ്ക്ക് രീതിയിൽ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊണ്ട് നടക്കുക എന്നൊക്കെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നെ ശ്രദ്ധിക്കുക. ബൈ.